വെൽക്കം. റഹ്മാനാണ്. മോളിക്കുലാർ ബയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ യൂകാരിയോട്സ് അതിനെ പറ്റിയാണ്. പ്രൊകാരിയോട്സിൽ ഓപ്പറോൺ സിസ്റ്റംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇവിടെ നമ്മൾ യൂകാരിയോട്സിന്റെ ജീൻ എക്സ്പ്രഷൻ റെഗുലേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. യൂകാരിയോട്സിൽ നമ്മളൊരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എടുത്താൽ, സപ്പോസ് നമുക്ക് നമ്മുടെ മനുഷ്യനെ തന്നെ എടുത്താൽ, വി ഹാവ് ഡൈവേഴ്സ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട് പെർഫോമിംഗ് ഡൈവേഴ്സ് ഫങ്ഷൻസ്. ലിവർ സെൽസ് ഉണ്ട്, ബ്ലഡ് സെൽസ് ഉണ്ട്, ന്യൂറോൺസ് ഉണ്ട്, നെഫ്രോൺസ്. സോ ഇതൊരു സെല്ലാണെന്ന് കൂട്ടുക, ഇത് വേറൊരു തരം സെല്ലാണെന്ന് കൂട്ടുക, ഇത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെല്ലാണെന്ന് കൂട്ടിയാൽ കാർഡിയാക് സെൽസ്, ലൈക്ക് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് സെൽസ് ചേർന്നാണ് നമ്മൾ. പക്ഷേ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസിന്റെ എല്ലാം ജീനോം എന്ന് പറയുന്നത്, ഈ അകത്തുള്ള ജീനോം എന്ന് പറയുന്നത് വൺ ആൻഡ് സെയിം ആണ്. ജീനോം ഈസ് വൺ ആൻഡ് സെയിം. എല്ലാത്തിലും 23 pairs ഓഫ് ക്രോമസോംസ് വൺ ആൻഡ് സെയിം ഓർ ഐഡന്റിക്കൽ ജനറ്റിക് കണ്ടന്റ് ഓഫ് DNA ആണ് എന്നുള്ളതാണ്. പക്ഷേ ഈ ഓരോ സെല്ലും പ്രവർത്തിക്കുന്നത് അവരുടെ ജനറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് ഒരേ രീതിയിലല്ല എന്നുള്ളതാണ്. ഓരോ സെൽ ടൈപ്സും വ്യത്യസ്തമാണ്. ജനറ്റിക് എക്സ്പ്രഷൻ നിർവഹിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് എന്നുള്ളതാണ്. ഉദാഹരണം, ന്യൂറോൺസിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ, ഒരു ന്യൂറോൺ അല്ല, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ന്യൂറോണിൽ നിന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാകാം. ലിവർ സെൽസിൽ നിന്ന് ആൽബുമിൻ ഉണ്ടാകാം, ചില മെറ്റബോളിക് എൻസൈംസ് ഉണ്ടാകാം. പാങ്ക്രിയാറ്റിക് സെൽസിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാകാം, വേറൊരു പാങ്ക്രിയാറ്റിക് സെൽസിൽ നിന്ന് ഗ്ലൂക്കോഗോൺ ആയിരിക്കും. സോ അതിനർത്ഥം ഓരോ സെൽസിലും ഉള്ള ജീനോമിന്റെ ഒരു പ്രത്യേക ഭാഗം അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു പല ഭാഗങ്ങളും അവിടെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ എല്ലാ സെല്ലുകളും ചില കാര്യങ്ങൾ ഒരേപോലെ നിർവഹിക്കുന്നുണ്ടാകാം ചിലപ്പോൾ. സോ നമ്മുടെ ജീനോമിൽ സം ആർ കോൺസ്റ്റിറ്റ്യൂട്ടീവ്ലി എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട്. അതിനെ നമുക്ക് ഹൗസ് കീപ്പിംഗ് ജീൻ എന്ന് വിളിക്കാം. ഹൗസ് കീപ്പിംഗ് ജീൻസ് എന്നാണ് നമ്മൾ അവർ. സോ സം ജീനോംസ് ആർ ഓൾവേസ് ഓൺ ആണ്, എപ്പോഴും അത് ഒരേപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റു ചിലത്, സം അതേഴ്സ്, അത് റെഗുലേറ്റഡ് ആണ് ഓർ ഇൻഡ്യൂസിബിൾ ആണ്. ഇൻഡ്യൂസിബിൾ ജീൻസ് ആണ്. ഒരു പ്രത്യേക സെൽസ് ഓർ ടിഷ്യൂസിൽ പ്രത്യേക പെർട്ടിക്കുലർ ജീൻ എക്സ്പ്രസ് ചെയ്യുകയും മറ്റു പല ജീനുകളും എക്സ്പ്രസ് ചെയ്യാതിരിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. സോ ദർ ആർ റെഗുലേഷൻസ്. സോ ഇങ്ങനെ ജീനുകളുടെ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്ന കാരണങ്ങൾ പല ലെവൽസിൽ വെച്ചിട്ടാണ് സംഭവിക്കുക. സോ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയാം, റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ യൂകാരിയോട്സ് എന്ന് നമ്മൾ പറയുന്നത് ഇതിനെ കുറിച്ചിട്ടാണ്. ഇതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. സോ നമുക്ക് ആദ്യം ഇത്തരം റെഗുലേഷൻസ് എല്ലാം എവിടെ വെച്ച് ഏതെല്ലാം ലെവലിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് നോക്കും. സോ നമുക്ക് ആദ്യം ഈ DNA ഉൾപ്പെടുന്ന ജീനോമിക്, ഞാൻ DNA എന്ന് പറയാം, ജസ്റ്റ് ഒരു DNA ഇങ്ങനെയാണ് എന്ന് കരുതിയാൽ, DNA ലെവലിൽ തന്നെ പല റെഗുലേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവയെ മൊത്തത്തിൽ വലുതിയ ഒരു സ്കോപ്പിൽ ജീനോമിക് ലെവൽ എന്ന് വിളിക്കാം. അതിൽ തന്നെ DNA ഒരു ലെവലാണ്, ജീനോമിക് ഓർ DNA ലെവൽ റെഗുലേഷൻസോ. നമുക്ക് ഇവിടെ ഒരു ഇത്രയും ഭാഗം ഒരു ജീൻ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അസസ് ചെയ്യണമല്ലോ, അസസിബിലിറ്റി. സോ ജീൻ അസസിബിലിറ്റി ഈസ് റെഗുലേറ്റഡ് അറ്റ് ജീനോമിക് ലെവൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ജീനോമിക് ലെവലിൽ നമുക്ക് എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാം. ഇനി ഈ DNA-യിൽ നിന്ന് നമ്മൾ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് HNRNA ആണ്. ഹെട്രോന്യൂക്ലിയർ RNA നമ്മൾ ഉണ്ടാക്കുന്നു. സോ ദിസ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. സോ രണ്ടാമത്തെ റെഗുലേഷൻസ് ഈസ് അറ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ റെഗുലേഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു HNRNA ഉണ്ട്. HNRNA നമ്മൾ എന്താക്കുന്നു, mRNA ആക്കി മാറ്റുന്നത് RNA പ്രോസസ്സിംഗ് വഴിയാണ്, അല്ലെങ്കിൽ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് വഴിയാണ് നമ്മൾ mRNA ഉണ്ടാക്കിയെടുക്കുക. സോ അപ്പോൾ ഇവിടെ തേർഡ് സ്റ്റേജ് ഓഫ് റെഗുലേഷൻ ഈസ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ ഓർ RNA പ്രോസസ്സിംഗ് സ്റ്റെപ്പുകളിൽ വെച്ച് നമുക്ക് ജനറ്റിക് റെഗുലേഷൻസ്, ജീൻ എക്സ്പ്രഷൻ റെഗുലേഷൻസ് നമുക്ക് ചെയ്യാം. ഇനി ഉണ്ടായ mRNA നമ്മൾ റൈബോസോമിൽ വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കിയെടുക്കുന്നു, പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നു. ഈ സ്റ്റെപ്പിനെ നമുക്ക് ട്രാൻസ്ലേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ നമുക്കൊരു പ്രോട്ടീൻ കിട്ടി, അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് കിട്ടി. സോ ഈ ട്രാൻസ്ലേഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാം, കുറയ്ക്കാം. സോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ലേഷണൽ ലെവൽ, സോ നാലാമത്തെ അറ്റ് ട്രാൻസ്ലേഷണൽ ലെവലിൽ നമുക്ക് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാം. ഫൈനലി ഉണ്ടായ പോളിപെപ്റ്റൈഡിനെ നമ്മൾ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് വഴി നമുക്ക് ആവശ്യമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ പെപ്റ്റൈഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതിനെ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സോ ഇവിടെയും വെച്ചിട്ട് നമുക്ക് റെഗുലേറ്റ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ സ്റ്റേജ്. അപ്പൊ ഇങ്ങനെ 5 സ്റ്റേജുകളിൽ വെച്ചിട്ട് നമുക്ക് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ നമുക്ക് ചെയ്യാം. സോ ഈ ഘട്ടങ്ങൾ മിക്കവാറും നമ്മൾ പല വീഡിയോകളിലായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്, ചിലതെല്ലാം ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആണ്. പ്രത്യേകിച്ച് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ദെൻ ട്രാൻസ്ലേഷണൽ ലെവൽ വെച്ചിട്ട് റെഗുലേഷൻ എങ്ങനെയാണ് എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് ഇത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ
അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പുകൾ നമ്മൾ ഒരു പറയാനായിട്ടുള്ള ഒരു ഹെഡിങ് വെച്ച് മാത്രം ഒന്ന് പറഞ്ഞു പോവുക മാത്രമേ ചെയ്യുള്ളൂ. ബാക്കി ഈ ഏരിയ നമ്മൾ കുറച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ കഴിയുന്നതും ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകാതെ ഒരു എക്സാം സെൻട്രിക് അപ്രോച്ച് ആണ് ഞാൻ ഈ വീഡിയോയിൽ പോവുക. കാരണം ഇത് വളരെ ബിഗ് ആയിട്ടുള്ള വലിയ ഒരു ടോപ്പിക്കാണ്. സോ നമ്മൾ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഹെഡിങ്സ് അങ്ങ് പറഞ്ഞു പോകാം. സോ നമുക്ക് ആദ്യം ജീനോമിക് ലെവൽ, ജീൻ എക്സ്പ്രഷൻ റെഗുലേഷൻസ് അറ്റ് ജീനോമിക് ലെവൽ ആണ് നമ്മൾ പറയാം. സോ നമ്മുടെ DNA ന്യൂക്ലിയസിന്റെ അകത്താണ് നമുക്കറിയാം. സോ ഇത് സെല്ലാണ്, ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതിനകത്ത് DNA ഇങ്ങനെ ഇരിക്കുകയാണ് അല്ല. ആൻഡ് ന്യൂക്ലിയസിന്റെ അകത്ത് ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുക. അതിനെ നമ്മൾ ക്രോമാറ്റിൻ എന്നാണ് വിളിക്കുക. DNA മാത്രമല്ല, അതിനകത്ത് DNA റാപ്ഡ് അറൌണ്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ്. സോ കണ്ടൻസ് ഫോം ഓഫ് DNA നമ്മൾ ശരിക്കും വിളിക്കുക ഹെറ്ററോക്രോമാറ്റിൻ എന്നാണ്. ഹെറ്ററോക്രോമാറ്റിൻ എന്ന് നമ്മൾ വിളിക്കും, ഹൈലി കണ്ടൻസ്ഡ്. സോ ഹെറ്ററോക്രോമാറ്റിനിൽ നമുക്ക് DNA അസസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം പ്രോട്ടീൻ സിന്തസിന് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കാരണം RNA പോളിമറേസ് എന്ന് പറയുന്ന സംഭവത്തിന് ഇതിനകത്തൊന്നും അസസ് ചെയ്യാൻ പറ്റില്ല, ഇതിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. സോ നമുക്ക് DNA ജീൻ എക്സ്പ്രഷന് വേണ്ടിയിട്ട് കണ്ടൻസ് ഫോമിനെ അയച്ച് ഒന്ന് ലൂസ് ആക്കി എടുക്കണം. ഇത് ഹൈലി കണ്ടൻസ് ഫോം ആണെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് ലൂസ് ഫോം ആക്കി എടുക്കുക. സോ ഈ ഫോമിനെ നമ്മൾ യൂക്രോമാറ്റിൻ എന്നാണ് പറയുക. യൂക്രോമാറ്റിൻ ഫോമിലേക്ക് ആക്കണം. സോ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷന്റെ ഒരു ഫോം എന്ന് പറയുന്നത്, അപ്പോൾ ഈ ക്രോമാറ്റിനെ നമ്മൾ മോഡിഫൈ ചെയ്തു. സോ ക്രോമാറ്റിൻ മോഡിഫിക്കേഷൻസ് ആണ് ഒരു സംഭവം. ഹെട്രോക്രോമാറ്റിൻ ആയിക്കഴിഞ്ഞാൽ നോ ജീൻ ഈസ് എക്സ്പ്രസ്ഡ്. യൂക്രോമാറ്റിൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടെ ജീൻ ഉണ്ടെങ്കിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, ജീൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ഈ മോഡിഫിക്കേഷൻസിനൊക്കെ നമുക്ക് എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻസ് എന്ന് വിളിക്കാം. എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻസ് എന്ന് വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ DNA ആണെങ്കിൽ ഇതിന്റെ ന്യൂക്ലിയോടൈഡ് സീക്വൻസിലൊന്നും ഒരു വ്യത്യാസവും നമ്മൾ വരുത്തുന്നില്ല. നോ ചേഞ്ച് ഇൻ ന്യൂക്ലിയോടൈഡ് സീക്വൻസസ്. പക്ഷേ അതിൽ നിന്ന് എക്സ്പ്രസ് ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ജീൻ എക്സ്പ്രഷൻ മാത്രമാണ് മാറ്റം. സോ DNA ചുറ്റി വെച്ചിരിക്കുന്ന ഹിസ്റ്റോൺ പ്രോട്ടീൻ, ഇത് ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് ഞാൻ വരയ്ക്കാം. ഇതൊന്ന് ഹിസ്റ്റോൺ ആണ്. ഇങ്ങനെ DNA നമ്മൾ ചുറ്റി വെച്ചിരിക്കുക എന്ന് വിചാരിക്കാം, DNA ടൈറ്റ് ആയിട്ട്. സോ ഈ ഹിസ്റ്റോൺ പ്രോട്ടീനിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ DNAയും ഹിസ്റ്റോണും തമ്മിലുള്ള ബോൺസ് അങ്ങോട്ട് ആയും ജീൻ എക്സ്പ്രഷൻ നടക്കും. സോ വൺ വേ ഈസ് ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ ജീനോമിക് ലെവലിൽ നമ്മൾ പറയുന്ന വൺ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഹിസ്റ്റോൺ അസെറ്റിലേഷൻ, സോ അതിൽ തന്നെ ഹിസ്റ്റോൺ അസെറ്റിലേഷൻ എന്ന് വിളിക്കും. സോ ഹിസ്റ്റോൺ പ്രോട്ടീൻ, ഇപ്പോൾ ഇത് ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണെങ്കിൽ ഹിസ്റ്റോൺ പ്രോട്ടീനിലെ എൻ ടെർമിനലിലുള്ള ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ ഒരു അസറ്റൈൽ ഗ്രൂപ്പ് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്, അസറ്റൈൽ ഗ്രൂപ്പ്. സോ ബൈ എൻസൈം HAT അല്ലെങ്കിൽ ഹിസ്റ്റോൺ അസറ്റൈൽ ട്രാൻസ്ഫറേസ് എന്നാണ് ഈ എൻസൈമിന്റെ പേര്. സോ ലൈസിൻ നമുക്കറിയാം, ലൈസിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. DNA പുറത്ത് ഫോസ്ഫേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിനൊരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇതിന് നെഗറ്റീവ് ചാർജ്, ഇതിന് പോസിറ്റീവ് ചാർജ്. അങ്ങനെയാണ് ഇത് തമ്മിലുള്ള അട്രാക്ഷൻ. സോ ഈ പോസിറ്റീവ് ചാർജ് ഉള്ളിടത്തേക്ക് അസറ്റൈൽ ഗ്രൂപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഇല്ലാതെയാകും അല്ലെ, ഹിസ്റ്റോണിന്റെ പോസിറ്റിവിറ്റി കുറയും. സോ ഇവ തമ്മിലുള്ള അട്രാക്ഷൻ കുറയും, കൂട്ടിപ്പിടിച്ചിരിക്കൽ കുറയും. സോ റെഡ്യൂസ് DNA ആൻഡ് ഹിസ്റ്റോൺ ഇന്ററാക്ഷൻസ് കുറയും. സോ അപ്പോൾ ഹെറ്ററോക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഇതിപ്പോൾ ടൈറ്റ് ആയിട്ടിരിക്കുന്നത് ഞാൻ വേറെ വരയ്ക്കാം. ഇത് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടിച്ചു വെച്ചിരിക്കും. ഇതിപ്പോൾ ലൂസ് ആയല്ലേ, വളരെ ലൂസ് ആയിട്ടിരിക്കും. ഹെറ്ററോക്രോമാറ്റിൻ ന്യൂക്രോമാറ്റിൻ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ DNA പോളിമറൈസിന് ഇവിടെ പോയി ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. സോ DNA പോളിമറൈസിനെ അറ്റാച്ച് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ജീൻ എക്സ്പ്രഷൻ വേണ്ട എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് അസറ്റൈലൈറ്റ് ചെയ്തതിനെ മാറ്റി ഡി അസറ്റൈലൈറ്റ് ചെയ്യും. അസറ്റൈൽ ഗ്രൂപ്പ് ഇത് പിടിപ്പിച്ച അസറ്റൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഇതിനങ്ങോട്ട് മാറ്റി അതിനെ ഡി അസറ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും ഹിസ്റ്റോൺ ഡി അസറ്റൈലൈസ് HDAC എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഹിസ്റ്റോൺ മോഡിഫിക്കേഷനിലെ ഒന്നതായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ഹിസ്റ്റോൺ ഡി അസറ്റൈലേഷൻ ചെയ്ത് കഴിയുമ്പോൾ അവ തമ്മിൽ യൂക്രോമാറ്റിൻ ഇപ്പോൾ ഹെറ്ററോക്രോമാറ്റിൻ ആയിട്ട് മാറും. ജനറ്റിക് എക്സ്പ്രഷൻ നടക്കില്ല. സോ ട്രാൻസ്ക്രിപ്ഷൻ നടത്താനും നടത്താതിരിക്കാനും അസറ്റിലേഷൻ ഓർ ഡി അസറ്റിലേഷൻ വഴി നടക്കും എന്നുള്ളതാണ് ഹിസ്റ്റോൺ മോഡിഫിക്കേഷനിൽ നമ്മൾ അസറ്റിലേഷൻ വെച്ച് പറഞ്ഞത്. രണ്ടാമത്തെ ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ ഈസ് മെത്തിലേഷൻ ഓർ മീത്തൈലേഷൻ ആണ്. മീത്തൈൽ അസറ്റൈൽ ഗ്രൂപ്പിന് പകരം നമ്മൾ മീത്തൈൽ ഗ്രൂപ്പാണ്. ഇതും നമ്മൾ വെച്ച് പിടിപ്പിക്കുക ലൈസിൻ റെസിഡ്യൂസിലാണ്, ചിലപ്പോഴെങ്കിലും ആർജിനിലും നമുക്ക് പിടിപ്പിക്കാം. മെത്തിലേഷൻ നടത്തും. സോ സിംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഡൈ ആയിരിക്കാം, അല്ലെങ്കിൽ ട്രൈ. എങ്കിലും ഏറ്റവും കൂടുതലുള്ള ട്രൈ മെത്തിലേഷൻ ആണ് നടത്തുക. ഇപ്പോൾ എക്സാമ്പിൾ ഈസ് പോളികോംബ് റിപ്രസർ കോംപ്ലക്സ്. PRC1 എന്ന് പറയുന്നത് H3 ഹിസ്റ്റോണിൽ 27ാമത്തെ ലൈസിനിൽ ട്രൈ മെത്തിലേഷൻ നടത്തുന്നുണ്ട്. അതാണ് പോളികോംബ്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സുവാർ ആണ്. സുവാർ 39 എന്ന് പറയുന്നത് H3 തന്നെയാണ്. H3 തന്നെ 9th ലൈസിൻ പൊസിഷനിൽ അത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഹെറ്ററോക്രോമാറ്റിൻ ആണ് ആകുക. സോ മെത്തിലേഷൻ വഴി ചിലപ്പോൾ യൂക്രോമാറ്റിൻ
യൂക്രോമാറ്റിനാകാം, ചിലപ്പോൾ ഹെറ്ററോക്രോമാറ്റിനും ആകാം. ഇപ്പോൾ യൂക്രോമാറ്റിനാവുന്നത് ലൈസിൻ 34 ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന ലൈസിൻ പൊസിഷൻ 34 വെച്ച് പിടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അത് യൂക്രോമാറ്റിനാകാം. സോ രണ്ടിൽ എന്തെങ്കിലും സംഭവിക്കാം. സോ ഇറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ജനറ്റിക് എക്സ്പ്രഷൻ ആകാം, അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ജനറ്റിക് എക്സ്പ്രഷൻ. സോ രണ്ടാമത്തെ ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ ഇസ് മെത്തിലേഷൻ ആണ്. ഇനി നമുക്ക് ഹിസ്റ്റോണിലെ മൂന്നാമത്തെ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് യൂബിക്വിറ്റിൻ പിടിപ്പിക്കലാണ്, യൂബിക്വിറ്റിനേഷൻ ആണ്. മോണോ യൂബിക്വിറ്റിനേഷൻ നടത്താം, അത് H2 ഹിസ്റ്റോണിലാണ് നടത്തുക. H2A നടത്തുമ്പോഴത്തേക്കും അത് ഹെറ്ററോക്രോമാറ്റിൻ ആണ് ആകുക. മറ്റൊരെണ്ണം നാലാമത്തെ സുമോയിലേഷൻ ആണ്. സുമോയിലേഷൻ എന്ന് വെച്ചാൽ സ്മോൾ യൂബിക്വിറ്റിൻ ലൈക്ക് മോഡിഫിക്കേഷൻ ആണ് നമ്മൾ നടത്തുക, വീണ്ടും ഹെറ്ററോക്രോമാറ്റിൻ ആണ് ആകുക. അഞ്ചാമത്തത് നമുക്ക് ഹിസ്റ്റോണിലെ ഫോസ്ഫേറ്റ് പിടിപ്പിക്കാം, ഫോസ്ഫോറൈലേഷൻ വെച്ച് പിടിച്ചാൽ സാധാരണ രീതിയിൽ യൂക്രോമാറ്റിൻ ആകാം, ചിലപ്പോൾ ഹെറ്ററോക്രോമാറ്റിനും ആകും. ഓക്കെ, സോ 5 മോഡിഫിക്കേഷൻസ് ആണ് നമ്മൾ ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ പറഞ്ഞത്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ അസെറ്റിലേഷൻ ആണ് നമ്മൾ ഏറ്റവും അധികം കാണുന്നത്. അപ്പോൾ അടുത്ത മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ DNA-യിലുള്ള മോഡിഫിക്കേഷൻ ആണ്. നേരത്തെ ഹിസ്റ്റോണിലുള്ള മോഡിഫിക്കേഷൻ ആണ് പറഞ്ഞത്. DNA-യിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രത്യേക ജീനിന്റെ എക്സ്പ്രഷൻ തടയാൻ, ജീൻ സൈലൻസിന് വേണ്ടി നമ്മൾ ജീനിൽ മോഡിഫിക്കേഷൻ. സോ സപ്പോസ് ദിസ് ദ ജീൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒരു മോഡിഫിക്കേഷൻ നടത്തിയാൽ പ്രധാന രീതി എന്ന് പറയുന്നത് DNA-യിൽ മെത്തിലേഷൻ ആണ്, മീഥൈൽ ഗ്രൂപ്പ് പിടിപ്പിക്കലാണ് നമ്മൾ പ്രധാനമായിട്ട് മെത്തിലേഷൻ എന്ന് പറയും. സോ ഇതിന് GC റിച്ച് റീജിയൻ, പ്രത്യേകിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ സൈറ്റോസിൻ ഉണ്ട്, അല്ലെങ്കിൽ ഗ്വാനോസിൻ, സൈറ്റോസിൻ അങ്ങനെയൊക്കെയുള്ള റീജിയൻ, നമ്മൾ സൈറ്റോസിൻ റെസിഡ്യൂസിലാണ് ഏറ്റവും കൂടുതൽ മീഥൈലേഷൻ നടത്തുക. സോ CPG ഐലൻഡ് എന്നാണ് അതിന് പറയുക. CPG ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈറ്റോസിനും ഗ്വാനോസിനും ഒക്കെ ഉള്ള ഐലൻഡ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐലൻഡിൽ മീഥൈൽ ഗ്രൂപ്പ് ഒരുപാട് വെച്ച് പിടിപ്പിക്കുന്നത് കൊണ്ട് മെത്തിലേഷൻ കൂടുതൽ നടക്കാവുന്നതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തെ മ്യൂട്ടേഷണൽ ഹോട്ട്സ്പോട്ട് എന്നാണ് വിളിക്കുക. മ്യൂട്ടേഷണൽ ഹോട്ട്സ്പോട്ട്, കാരണം ഇത് അടുത്ത തലമുറയിലേക്ക് ചിലപ്പോൾ പോയേക്കാം. സോ സൈറ്റോസിനിൽ ഇപ്പോൾ ഇത് സൈറ്റോസിൻ ആണ്, സപ്പോസ് ഇവിടെ സൈറ്റോസിൻ ഉണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പ് അങ്ങ് പിടിപ്പിച്ചു, സാധാരണ രീതിയിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇറ്റ് സെൽഫ് അതിന് കുഴപ്പമില്ലെങ്കിലും പക്ഷേ അത് പിന്നീട് 5-മീഥൈൽ യുറാസിൽ ഓർ തൈമിനായിട്ട് മാറും. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മീഥൈൽ ഗ്രൂപ്പിൽ ആര് വന്ന് ചേരാം? നമ്മുടെ ഹിസ്റ്റോൺ ഡി അസെറ്റിലേസേജ്, ഹിസ്റ്റോൺ ഹാറ്റ് എൻസൈം വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ അസെറ്റൈൽ ഗ്രൂപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഹെറ്ററോക്രോമാറ്റിനായിട്ട് മാറും. ഇതാണ് മെത്തിലേഷന്റെ ഒരു സംഭവം. മെത്തിലേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡോസേജ് കോമ്പൻസേഷൻ ആണ്. ഡോസേജ് കോമ്പൻസേഷൻ, അല്ലെങ്കിൽ അവയ്ക്ക് വേറൊരു പേരുണ്ട് റാൻഡം ഇനാക്ടിവേഷൻ. റാൻഡം ഇനാക്ടിവേഷൻ ഓഫ് എക്സ് ക്രോമോസോം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മറ്റൊരു പേര് ബാർബോഡി ഫോർമേഷൻ എന്ന് വിളിക്കാം, ഇല്ലെങ്കിൽ വീണ്ടും പേരുണ്ട് ലയോണൈസേഷൻ എന്നൊക്കെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് 2 എക്സ് ക്രോമോസോം ഉണ്ട് എന്ന് നമുക്കറിയാം, അല്ലെ? ഡബിൾ കോപ്പി ഓഫ് എക്സ് ക്രോമോസോം ഉണ്ട്. സോ ഇതിൽ ഒരെണ്ണം 7th വീക്ക് ആകുമ്പോഴത്തേക്കും അതിനെ ഒരെണ്ണം ഇനാക്റ്റീവ് ആക്കി കളയും. സോ അതിനാണ് നമ്മൾ ഡോസേജ് കോമ്പൻസേഷൻ എന്ന് പറയുക. കാരണം 2 എക്സ് ക്രോമോസോമിൽ തന്നെ സാധാരണ ജീൻ അധികവും യൂക്രോമാറ്റിൻ ടൈപ്പാണ്, ഹെറ്ററോക്രോമാറ്റിൻ ടൈപ്പ് അല്ല. അപ്പോൾ ഇതിനും എക്സ്പ്രസ് ചെയ്യാം, ഇതിനും എക്സ്പ്രസ് ചെയ്യാം, രണ്ടും കൂടി എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരെണ്ണത്തെ അങ്ങോട്ട് ഇനാക്റ്റീവ് ആക്കുന്നു. സോ 2 എക്സ് ക്രോമോസോമിന്റെ ആക്ടിവേഷൻ ആക്റ്റീവായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല, ഒരെണ്ണം അങ്ങ് സൈലൻസ് ചെയ്ത് ലഭിക്കുന്നതിനെയാണ് നമ്മൾ ബാർബോഡി എന്ന് പറയുന്നത്. സോ അതെന്നേക്കും ഇനാക്റ്റീവ് ആകും. സോ ഇത് ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ ലോങ് നോൺ കോഡിംഗ് RNA ആണ് ഇത് ചെയ്യുക. സോ അപ്പോൾ RNA മീഡിയേറ്റഡ് ഇനാക്ടിവേഷൻ. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് മെത്തിലേഷൻ തന്നെയാണ് ഇത്. സോ ഇൻ ഫീമെയിൽസ്. ഇനി രണ്ടാമത്തെ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ജീനോമിക് ഇംപ്രിന്റിംഗ് ആണ്. ജീനോം ഇംപ്രിന്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഒരു പ്രശ്നം അടുത്ത തലമുറയിലേക്ക് ഇത് പകർന്നു പോകാം എന്നുള്ളതാണ്. സോ ഇവിടെയും അടിസ്ഥാന കാരണം നമ്മൾ മെത്തിലേഷൻ ആണ്, DNA മെത്തിലേഷൻ ആണ്. സോ DNAയുടെ ഒരു പ്രത്യേക ഭാഗം മെത്തിലേറ്റഡ് ആണ്, ആ ഭാഗം എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് 2 ഡിസോർഡേഴ്സ് പറഞ്ഞാൽ ക്രോമോസോം നമ്പർ 11ാമത്തെ ക്രോമോസോമിൽ H19 എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ട്യൂമർ സപ്രസർ ജീനാണ്. ദെൻ IGF2 എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, പ്രോട്ടോ ഓൺകോജീൻ. സോ ഇത് സാധാരണ രീതിയിൽ ഇംപ്രിന്റഡ് ആണ്, ഇത് എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇഫ് ദർ ഇസ് എ ലോസ് ഓഫ് ഇംപ്രിന്റിംഗ്, ആ ഇംപ്രിന്റിംഗ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ IGF2 ക്യാൻ ഇൻക്രീസ്, IGF2 ഭയങ്കരമായിട്ട് കൂടാം. സോ അപ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ബെക്ക് വിത്ത് വീഡ്മാൻ ഡിസീസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാകും. സോ ബിക്കോസ് ഓഫ് ഇൻക്രീസ് ഇൻ IGF2 ബിക്കോസ് ഓഫ് ലോസ് ഓഫ് ജീനോമിക് ഇംപ്രിന്റിംഗ് ഇൻ ക്രോമോസോം നമ്പർ 11. വേറൊരു എക്സാമ്പിൾ ക്രോമോസോം നമ്പർ 15ലാണ്. ക്രോമോസോം നമ്പർ 15 ഇപ്പോൾ നമുക്ക് മെറ്റേണൽ സൈഡിൽ നിന്ന് കിട്ടും, പെറ്റേണൽ സൈഡിൽ നിന്ന് കിട്ടും. മെറ്റേണൽ സൈഡിലെ എക്സ് ക്രോമോസോമിൽ ചില ഭാഗങ്ങൾ ഇംപ്രിന്റഡ് ആണ്. സോ അപ്പോൾ ഇത് ഡിലീറ്റഡ് ആയാലും നമുക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഓൾറെഡി ഇംപ്രിന്റഡ് ആണ്, അത്
അത് ഡിലീറ്റ് ആയി പോലും കുഴപ്പമില്ല. പക്ഷേ മെയിൽ ഭാഗത്തു നിന്നോ പെറ്റേണൽ ഫാദറിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങൾ അത് ഇംപ്രിന്റഡ് ആയിട്ടുള്ള ഭാഗം ചിലപ്പോൾ ഇംപ്രിന്റേഷൻ പോവുകയോ അല്ലെങ്കിൽ ഡിലീറ്റഡ് ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പ്രാഡർ വാലി സിൻഡ്രോം, PWS എന്ന് പറയും. പ്രാഡർ വില്ലി സിൻഡ്രോം എന്ന് പറയുന്ന രോഗമുണ്ടാകും. സോ ദിസ് ആൻ ഇംപ്രിന്റിംഗ് എറർ ആണ്. സോ അപ്പോൾ ജീനിലെ ഒരു പ്രത്യേക ഭാഗം എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ മെയ്തൈൽ ഗ്രൂപ്പ് അങ്ങ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയായിരിക്കും. പക്ഷെ അത് ലോസ് ഓഫ് ഇംപ്രിന്റിംഗ് വന്ന് അത് എക്സ്പ്രസ് ചെയ്തു തുടങ്ങിയാൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ അപ്പോൾ മെത്തിലേഷൻ വഴി നമുക്ക് തടഞ്ഞു വെക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ജീനോമിക് ലെവലിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാവുന്നത് ന്യൂക്ലിയോസോം റീമോഡലിംഗ് ആണ്. ന്യൂക്ലിയോസോം റീമോഡലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയോസോം നമ്മൾ നേരത്തെ വരച്ചു, ഇത് ഹിസ്റ്റോൺ ആണ് എങ്കിൽ ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണ്, 8 ഇങ്ങനെ വരയ്ക്കുകയാണ്, DNA ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, സോ റാപ്ഡ് അറൌണ്ട് ദിസ് ഹിസ്റ്റോൺ ആണ് നമ്മൾ ഇത് പറയാം. സോ അപ്പോസ് ആക്ടിവേറ്റർ ഇവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചാൽ ഹിസ്റ്റോൺ പ്രോട്ടീനിൽ തന്നെ ഇരിക്കുകയാണ്. ജീൻ ഇതാണ് എന്നും കരുതുക, ഇതാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട ജീൻ. ഇതിന്റെ പക്ഷേ ആക്ടിവേറ്റർ അല്ലെങ്കിൽ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുകയെന്ന് വിചാരിക്കാം. സോ അപ്പോൾ നമുക്ക് RNA പോളിമറേസിന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സോ അപ്പോൾ നമുക്ക് ഇതിനെ റീമോഡൽ ചെയ്യാം. 3 രീതിയിൽ റീമോഡൽ ചെയ്യാം. ഒന്ന് ഇറ്റ് ഈസ് സ്ലൈഡിംഗ് ആണ്, സ്ലൈഡിംഗ് വഴി റീമോഡൽ ചെയ്യാം. സോ ന്യൂക്ലിയോസോം അപ്പോൾ ഒന്ന് സ്ലൈഡ് ചെയ്യുന്നു, കുറച്ചൊന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോട്ടറിനെ നമുക്ക് RNA പോളിമറേസിൽ പ്രൊമോട്ടർ വന്നിരിക്കാനായിട്ട് എസ് ചെയ്യുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ ഈ ന്യൂക്ലിയോസോം റീസ്ട്രക്ചറിംഗ് ആണ്. റീസ്ട്രക്ചറിംഗ് ഓഫ് ന്യൂക്ലിയോസോം എന്ന് പറയുമ്പോൾ ഇത് ഒന്ന് ഇവിടെയുള്ള ഭാഗം ഒന്ന് ചളങ്ങി കൊടുക്കാന്ന്. ഓക്കെ, ഒന്ന് ചളങ്ങി കൊടുത്താൽ ഇത് അക്സസിബിൾ ആകുന്നു എന്നുള്ളതാണ്. സോ സം ഹിസ്റ്റോൺ പ്രോട്ടീൻ റീസ്ട്രക്ചർ ചെയ്യാം. ഹിസ്റ്റോൺ പ്രോട്ടീൻ റീസ്ട്രക്ചർ വഴിയാണ്. മൂന്നാമത്തത് ട്രാൻസ്ഫർ വഴിയാണ്. ഇവിടെ ഇരിക്കുന്ന ന്യൂക്ലിയോസോം ഇങ്ങോട്ടേക്ക് പോയി ഇവിടെ ആക്കിയെന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്കും ഈ ഭാഗം ഫ്രീ ആയി. ഈ ഭാഗം ഫ്രീ ആകുമ്പോൾ RNA പോളിമറേസിനെ അക്സസ് ചെയ്യാൻ പറ്റും. സോ ട്രാൻസ്ഫർ ആണ്, ന്യൂക്ലിയോസോം ട്രാൻസ്ഫറിംഗ് ആണ്. സോ ഇങ്ങനെ രീതിയിൽ ന്യൂക്ലിയോസോമിനെ റീമോഡൽ ചെയ്ത് ഇവിടെയുള്ള ജീനിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതിന് ഉപയോഗിക്കുന്ന പ്രോട്ടീൻസ് എന്ന് പറയുന്നത് സ്വിച്ച് പ്രോട്ടീൻ ഉണ്ട്, ഒന്ന് സ്വിച്ച് പ്രോട്ടീൻ ആണ്. ദെൻ SNP അല്ലെങ്കിൽ സുക്രോസ് നോൺ ഫെർമെന്റർ എന്നൊക്കെ പറയുന്ന പ്രോട്ടീൻസ് ആണ് ഇതിനൊക്കെ സഹായിക്കുക. ഇതാണ് വേറൊരു മോഡൽ. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ജീൻ ആംപ്ലിഫിക്കേഷൻ ആണ്. ജീൻ ആംപ്ലിഫിക്കേഷൻ നമ്മൾ സാധാരണ എക്സാമ്പിൾ പറയുന്നത് ഇൻ കേസ് ഓഫ് മെത്തോട്രക്സേറ്റ് എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുമ്പോൾ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈം, അത് സാധാരണ രീതിയിൽ മെത്തോട്രക്സേറ്റിന്റെ ഇൻഹിബിഷൻ ആണ് ഡൈഹൈഡ്രോഫോളേറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. പക്ഷേ സ്ഥിരമായിട്ട് കൊടുക്കുമ്പോൾ റെസിസ്റ്റൻസ് വരും. സോ അത് കൊണ്ട് DHFR ജീൻ, ഇത് DHFR ജീൻ ആണെങ്കിൽ അത് ആംപ്ലിഫൈ ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുക. സോ ദർ ഇസ് ജീൻ ആംപ്ലിഫിക്കേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ അതിന്റെ റെസിസ്റ്റൻസ് നമുക്ക് മറികടക്കാം. സോ പ്രൊഡ്യൂസ് മോർ കോപ്പീസ് ഓഫ് ജീൻസ് ഉണ്ടാക്കുന്നു. അതാണ് ഒരെണ്ണം പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുന്നത് ജീൻ റീഅറേഞ്ച്മെന്റ് ആണ്. ജീൻ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഉദാഹരണം നമ്മൾ പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. സോ ഈ വേരിയബിൾ ഏരിയ ഓഫ് ദിസ് ലൈറ്റ് ചെയിൻ, സോ അത് നമുക്കറിയാം അതിന് ഒരുപാട് ജീനുകൾ ഉണ്ട്. ഏകദേശം 300 to 500 ജീനാണ് അതിന് പറയാം. 300 to 500 ജീൻസ് ഇങ്ങനെയുണ്ട്. ദെൻ ഈ ജോയിനിങ് റീജിയനും ഒരുപാട് ജീൻ ഉണ്ട്. അത് ഒരു 5-6 ജീൻ പറയുന്നുണ്ട്. ദെൻ CL റീജിയൻ ഇമ്മ്യൂണോഗ്ലോബിനെ പറ്റിയാണ് ഞാൻ പറയാം. അതിനൊരു 10 to 20 എണ്ണം പറയുന്നുണ്ട്. സോ ഇതൊരെണ്ണം എടുക്കാം, ഇതൊരെണ്ണം എടുക്കാം, ഇതൊരെണ്ണം എടുക്കാം. അങ്ങനെ നമുക്കൊരു പ്രോട്ടീൻ ഉണ്ടാക്കാം. ഇതൊരെണ്ണം എടുക്കാം, ഇതൊരെണ്ണം എടുക്കാം, ഇതൊരെണ്ണം എടുക്കാം. സോ ഇങ്ങനെ hundreds and thousands ഓഫ് വേരിയബിൾ നമുക്ക് ഡിഫറെന്റ് കോമ്പിനേഷൻസ്, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വഴി നമുക്ക് പലതരം പ്രോട്ടീൻ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ്. സോ ജീൻ റീഅറേഞ്ച്മെന്റ്. സോ മൊത്തത്തിൽ ജീൻ ഒന്നാണ്, പക്ഷെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ അതിന്റെ വേരിയേഷൻസ് ക്യാൻ ബി ഡിഫറെന്റ്, അല്ലെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ മെക്കാനിസം ഈസ് അറ്റ് ദ ലെവൽ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ ആണ് നമ്മളുടെ രണ്ടാമത്തെ റെഗുലേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഇതൊരു DNA സ്ട്രാൻഡ് ആണെങ്കിൽ ഇതാണ് നമ്മുടെ ജീൻ. സപ്പോസ് ദിസ് ദ ജീൻ ഫോർ നമുക്ക് എന്ത് വേണം, ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ട ജീൻ ഇതാണെങ്കിൽ ഈ DNAയിൽ വിവിധ തരം റെഗുലേറ്ററി സീക്വൻസുകൾ ഉണ്ട്, അല്ലെങ്കിൽ റെഗുലേറ്ററി എലമെന്റ്സ്. സോ ഫസ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് റെഗുലേറ്ററി സീക്വൻസസ്, അല്ലെങ്കിൽ അതിനെ എലമെന്റ്സ് എന്ന് നമുക്ക് വിളിക്കും. സോ ഇത് DNAയിൽ തന്നെയുള്ള ന്യൂക്ലിയോടൈഡ്സ് ആണ്. സോ ബേസിക് റെഗുലേറ്ററി സീക്വൻസ് ഇവിടെ കാണും. ബേസിക് റെഗുലേറ്ററി സീക്വൻസ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ പ്രൊമോട്ടർ സീക്വൻസസ് എന്ന് വിളിക്കാം. സോ വൺ ഈസ് പ്രൊമോട്ടർ സീക്വൻസ് ആണ്. ദെൻ ഇതിനെ ഉത്തേജിപ്പിക്കാൻ ചിലപ്പോൾ ഇവിടെ എൻഹാൻസർ സീക്വൻസ് കാണും. സോ രണ്ടാമത്തത് എൻഹാൻസർ സീക്വൻസസ് ഉണ്ട്. ദെൻ ഇതിനെ തളർത്തണമെങ്കിൽ നമുക്കതിന് ചിലപ്പോൾ മൂന്നാമത് വേണ്ടത് സൈലൻസർ സീക്വൻസസ് ഉണ്ട് എന്ന് പറയാം. സോ മിക്കവാറും ഈ എല്ലാ സീക്വൻസും ഈ ബോത്ത് ഏത് ജീനാണോ അതിന് നമുക്ക് വേണ്ടത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിയാൽ അധികം ദൂരത്തല്ലാതെയാണ് ഇരിക്കുക. സോ അപ്പോൾ അതുകൊണ്ട് ദൂരത്തല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ളതിനെ സിസ് ആക്ടിങ് എലമെന്റ്സ് എന്നായിരിക്കും നമ്മൾ വിളിക്കുക. സോ സിസ് ആക്ടിങ് എലമെന്റ്സ്. രണ്ടാമത്തേത് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങളെ നമ്മൾ ഈ റെഗുലേറ്ററി സീക്വൻസുകളിൽ വന്ന് ഒട്ടിച്ചേരുന്ന വിവിധ തരം പ്രോട്ടീൻ
പ്രോട്ടീനുകളെയാണ്. സോ അവയെ നമുക്ക് റെഗുലേറ്ററി പ്രോട്ടീൻസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റെഗുലേറ്ററി ഫാക്ടേഴ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ വിളിക്കുക ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എന്നാണ് നമ്മൾ ഇവയെ വിളിക്കുക. സോ അത് പ്രൊമോട്ടർ സീക്വൻസ് ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്ന സാധാരണ RNA പോളിമറൈസ് ആണ് പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ഒട്ടിച്ചേരുക. ആൻഡ് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് വേണ്ടതാണ് ജനറൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് നമുക്ക്. ഇനി രണ്ടാമത്തെ ഈ എൻഹാൻസർ സീക്വൻസ്, ഇതാണ് ഇവിടെ വന്ന് ആക്ടിവേറ്റ് ചെയ്യുന്ന സംഭവങ്ങളെ നമ്മൾ ആക്ടിവേറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ആക്ടിവേറ്റേഴ്സ് ആൻഡ് കോ ആക്ടിവേറ്റേഴ്സ്. സോ ആക്ടിവേറ്റേഴ്സ് ആൻഡ് കോ ആക്ടിവേറ്റേഴ്സ് എന്ന് വിളിക്കും. ഇനി സൈലൻസറിൽ ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്ന ആൾക്കാർ റിപ്രസേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കോ റിപ്രസേഴ്സ് എന്നൊക്കെയാണ് വിളിക്കുക. സംടൈംസ് ചിലത് ഇൻസുലേറ്റേഴ്സ് പോലുള്ള സംഭവങ്ങളും വരും. സോ ആദ്യത്തേത് ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നത് ബേസിക് ആയിട്ട് നടത്താനാണ്. ഈ ജീനിനെ ഒന്ന് ഇത് ചെയ്യണം, അപ്പോൾ അതിന്റെ ബേസൽ റേറ്റിലായിരിക്കും നടത്തുക. ആക്ടിവേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലായിട്ട് നടക്കും. ആൻഡ് ഇത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ ഇന്റർഫിയർ ചെയ്യാനായിട്ടും. ആൻഡ് ഇനി ഇതല്ലാതെ മൂന്നാമത്തെ ഒരാൾ കൂടിയുണ്ട്. മൂന്നാമത്തെ ആൾ DNA-യിൽ കൃത്യസ്ഥലത്ത് റെഗുലേറ്ററി ഫാക്ടേഴ്സ് വന്ന് പ്രവർത്തിക്കണം, അല്ലെ? റെഗുലേറ്ററി ഫാക്ടേഴ്സിന് ഇവിടെ ഇരിക്കണമെങ്കിൽ DNA-യിൽ ആദ്യം ഒട്ടിച്ച്, അപ്പോൾ അതിന് നേരിട്ട് പറ്റില്ല. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വേണം. അതിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചേഴ്സിനെ നമ്മൾ മോട്ടിഫ്സ് എന്നാണ് വിളിക്കുന്നത്. സോ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഹൈലി കോംപ്ലക്സ് റെഗുലേറ്ററി മെക്കാനിസംസ് ആണ് നമ്മൾ യൂകാരിയോട്സിൽ ഉള്ളത്. സോ അപ്പോൾ ഇതിൽ പ്രൊമോട്ടർ റീജിയന്റെ അപ്സ്ട്രീം ഉള്ള ഭാഗങ്ങൾ, സോ ഇതാണ് നമുക്ക് ജീൻ നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് എന്ന് കരുതി കഴിഞ്ഞാൽ ഇതാണ് പ്രൊമോട്ടർ റീജിയൻ. അപ്പോൾ ഈ അപ്സ്ട്രീമിൽ ഉള്ളത് ആൻഡ് ഇതാണ് ബേസിക് ട്രാൻസ്ക്രിപ്ഷൻ നടത്തുക. DNA-യിലെ പ്രൊമോട്ടർ എലമെന്റ്സ്, ഇതിനെ നമുക്ക് ടാറ്റാ ബോക്സ് എന്ന് വിളിക്കാം, ടാറ്റാ ബോക്സ്. സോ ഡൗൺ സ്ട്രീം ചിലപ്പോഴെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കാം ഡൗൺ സ്ട്രീം പ്രൊമോട്ടിംഗ് എലമെന്റ്സ്, ചിലപ്പോൾ ഇവിടെ കണ്ടേക്കാം. എങ്കിലും സാധാരണ രീതിയിൽ അപ്സ്ട്രീം ആണ്, ഇതാണ് അപ്സ്ട്രീം എന്ന് പറയുന്നത്. സോ യൂഷ്വലി പ്രൊമോട്ടേഴ്സ് ആർ വീക്ക്. ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്ന സാധനത്തിന് ഈ ജീനിനെ ഉണ്ടാക്കാനുള്ള ശക്തി കുറവാണ്. വീക്ക് പ്രൊമോട്ടേഴ്സ് ആണ് യൂകാരിയോട്സ്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ട്രാൻസ്ക്രിപ്ഷൻ മാത്രമേ നടക്കൂ. സോ അപ്പോൾ ഈ ടാറ്റാ ബോക്സിലൊക്കെ ഒട്ടിച്ചേരുന്ന സംഭവങ്ങളെ നമുക്ക് എന്താ വിളിക്കാം? കോർ പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കാം. കോർ പ്രൊമോട്ടേഴ്സ്, കാരണം ഇത് ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ്. സോ ഇത് വെച്ചിട്ടാണ് പരിപാടികൾ നടക്കുക. ആൻഡ് ഇതിൽ വന്ന് ഒട്ടിച്ചേരുന്നതിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എന്നാണ് വിളിക്കുക. സോ ടാറ്റാ ബോക്സ് ബൈൻഡിങ് പ്രോട്ടീൻ TBPs ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. TP2D ആണ് ആദ്യം വന്ന് ഒട്ടിച്ചേരുക, ദെൻ 2A വന്ന് ഒട്ടിച്ചേരും, ദെൻ 2B വന്ന് ഒട്ടിച്ചേരും, ദെൻ 2F. 2Fനൊപ്പമാണ് നമ്മുടെ സംഭവം ഏതാണ്? RNA പോളിമറേസ് എന്ന് പറയുന്ന സംഭവം 2Fനൊപ്പമാണ് വരിക. ദെൻ 2E വരും, ദെൻ 2H വരും. ഇതെല്ലാമാണ് ജനറൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എന്ന് പറയാം. ഇനി ഈ ടാറ്റാ ബോക്സിനും അപ്സ്ട്രീം ആയിട്ട് ഇവിടെ വീണ്ടും സിസ് തന്നെയാണ്, സിസ് ആക്ടിങ് എലമെന്റ്സ് തന്നെയാണ്. ഉദാഹരണം CAT ബോക്സ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ GC ബോക്സ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. GC റിച്ച് റീജിയൻ. സോ ഇവിടെയും ചില ആൾക്കാർക്ക് വന്ന് ഒട്ടിച്ചേരാം എന്നുള്ളതാണ്. സോ ഇത് ബേസിക് പ്രൊമോട്ടർ ഒട്ടിച്ചേരുന്നതിനെ ആക്ടിവേറ്റ് ചെയ്യാണ്. സോ ഇത് ഇവിടെ ഒട്ടിച്ചേരുന്നതിന് ഇത് പോയി കഴിഞ്ഞാൽ ഇതിവിടെ കൂടുതലായിട്ട് ആക്ടിവേഷൻ ആയിരിക്കും നടക്കുക. സോ ഇതിനെ നമുക്ക് ആക്ടിവേറ്റേഴ്സ് എന്ന് വിളിക്കാം. NF1 ഒരു എക്സാമ്പിൾ ആണ്. SP1 പോലെയുള്ള TAF എന്ന് വെച്ചാൽ ടാറ്റാ ബോക്സ് ബൈൻഡിങ് പ്രോട്ടീനിൽ പോയി ഒട്ടിച്ചേരുന്നതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സംഭവങ്ങളെയാണ് നമ്മൾ അതിന് വിളിക്കുക. സോ ഇതെല്ലാം അപ്പോൾ ആക്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. സോ ഇത് ഒറിജിനൽ ആൾക്കാർ, ആൻഡ് ഇവർ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടാകും. ഇനി ഇതിലും അപ്സ്ട്രീം ആയിട്ട് ജീൻ എക്സ്പ്രഷൻ സിഗ്നൽസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിഗ്നൽസ് വഴി വേണമെങ്കിൽ എൻഹാൻസ് ചെയ്യാം, ആക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിപ്രസ് ചെയ്യാം, അല്ലെങ്കിൽ സൈലൻസ് ചെയ്യാം. സോ ഇങ്ങനെയൊക്കെയുള്ള എലമെന്റ്സും ബൈൻഡിങ് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാകും. സോ ബേസൽ ട്രാൻസ്ക്രിപ്ഷൻ വർദ്ധിപ്പിക്കുന്നതിനെ നമ്മളപ്പോൾ അതിനെ എൻഹാൻസേഴ്സ്, ആക്ടിവേറ്റേഴ്സ് എന്ന് വിളിക്കും. ആൻഡ് ബേസൽ ട്രാൻസ്ക്രിപ്ഷൻ കുറയ്ക്കുന്നത്, തടയുന്നതിനെ നമ്മൾ റിപ്രസേഴ്സ് ഓർ സൈലൻസേഴ്സ് എന്ന് വിളിക്കാം. സോ അത് ഇവിടെ ആയിരിക്കാം, ആൻഡ് ഇവിടെയും ഇവിടെയൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് DNA ഇത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ ആക്കാമല്ലോ, ഇവിടെ ഇടപെടാം. ആൻഡ് ഇങ്ങനെ വളരെ ദൂരത്തിലാണെങ്കിൽ ദൂരത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനെ നമുക്ക് ട്രാൻസ് എലമെന്റ്സ് എന്നായിരിക്കും വിളിക്കുക. ട്രാൻസ് എലമെന്റ് വളരെ ദൂരത്തിൽ 1000 ബേസ് പെയറിനൊക്കെ അപ്പുറത്തുനിന്ന് ഇതിനെ ഈ പരിപാടികളെ അതിൽ ഇടപെടുന്നതിനെ നമുക്ക് ട്രാൻസ് എലമെന്റ്സ് എന്ന് വിളിക്കാം. സോ ഇങ്ങനെയുള്ള വേറെ പല സ്ഥലത്തുനിന്ന് വരുന്ന പ്രോട്ടീൻസിനെ നമുക്ക് ട്രാൻസ് ഫാക്ടേഴ്സ് ആണ് ഇതെല്ലാം. ഓക്കെ, കാരണം ദൂരെ നിന്നാണ് വരുന്നത്. തൊട്ടടുത്തുള്ളതിനെയാണ് നമ്മൾ സിസ് എലമെന്റ്സ് എന്ന് വിളിക്കുക. സോ നമ്മൾ ഈ എലമെന്റ്സ് വന്ന് ഒട്ടിച്ചേരുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്, അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞത് എൻഹാൻസർ പ്രോട്ടീൻസ് അല്ലെങ്കിൽ കോ ആക്ടിവേറ്റേഴ്സ്, റിപ്രസർ പ്രോട്ടീൻസ്, സൈലൻസേഴ്സ്, കോ റിപ്രസേഴ്സ്, ഒരുപാട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതിനെല്ലാം നമ്മുടെ DNA റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞത്. സോ ദീസ് ആർ ദ വേസ് ഓഫ് റെഗുലേറ്റിംഗ് ദ ബേസിക് ട്രാൻസ്ക്രിപ്ഷണൽ റേറ്റ്. പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ DNAയുടെ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ എയ്തർ സ്പീഡ് അപ്പ് ഓർ ഡിക്രീസസ്. ആൻഡ് ഇത്തരം ഫാക്ടേഴ്സ് ഒക്കെ DNA-യിൽ വന്ന് ഒട്ടിച്ചേരണം എന്ന് വിചാരിച്ചു. സോ ഇവിടെ വന്ന് ഒട്ടിച്ചേരണമെങ്കിൽ DNA-യിൽ ആദ്യം ഒട്ടിച്ചേരാൻ പറ്റുന്ന ഒരാൾ വേണം, അല്ലേ? ഇപ്പോൾ സപ്പോസ് ഇത് DNA നമുക്കറിയാം ഇങ്ങനെയാണ് വരയ്ക്കുക. സോ ഒരു മൈനർ ഗ്രൂവ് ഉണ്ട്, മേജർ ഗ്രൂവ് ഉണ്ട്. സോ DNA-യിൽ വന്ന് ഒട്ടിച്ചേർന്നിട്ട് അതിനൊരു ഏരിയ വേണം. ദെൻ
ഇവിടെ ഇടപെടാൻ പറ്റുന്ന ഒരു ഏരിയയും അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണം. സോ ഇത്തരം ഫാക്ടേഴ്സ്, ആക്ടിവേറ്റേഴ്സ്, റിപ്പസേഴ്സ്, ഇൻസുലേഴ്സ് തുടങ്ങിയൊക്കെ DNA ഒട്ടിച്ചേരാനും മറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്, ഇത് നേരത്തെ ഉള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ്, ഇത് മറ്റൊരെണ്ണമാണ്, ഇതൊക്കെ അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ടും. അപ്പോൾ ഈ ഒട്ടിച്ചേരുന്ന ആൾക്കാർക്ക് 2 ഡൊമൈൻസ് വേണം. ഒന്ന് DNA-യിൽ തന്നെ ബൈൻഡ് ചെയ്യാനുള്ള DNA ബൈൻഡിങ് ഡൊമൈൻ വേണം. ഓക്കെ, ദെൻ രണ്ടാമത് അത് ഇടപെട്ടിട്ട് സം ആക്ഷൻസ് ഉണ്ടാക്കാനായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഡൊമൈൻ വേണം. ഓക്കെ, എങ്കിൽ മാത്രമാണ്. സോ ഇപ്പോൾ ഇവിടെ ഒരു DNA ബൈൻഡിങ് ഡൊമൈൻ വെച്ചിട്ട് ഇവിടെ ഇടാം, ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് ഡൊമൈൻ വെച്ചിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇടപെടാനായിട്ട് പറ്റും. സോ DNA-യിൽ ഒട്ടിച്ചേരുന്ന ഇത്തരം സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചേഴ്സോ ഇതിനെയാണ് നമ്മൾ പറയുക, സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ മോട്ടീവ്സ് എന്ന് വിളിക്കുക. സോ ദീസ് ആർ സം കൈൻഡ് ഓഫ് മോട്ടീവ്. സോ നമ്മൾ പഠിക്കുന്ന ഒരുപാട് മോട്ടീവ്സിലെ മോസ്റ്റ് കോമൺ മോട്ടീവ് എന്ന് പറയുന്നത്, ഞാൻ പ്രോകാരിയോട്സിൽ ഏറ്റവും കോമൺ എന്ന് പറയുന്നത് ഹെലിക്സ് ടേൺ ഹെലിക്സ് മോട്ടീവ് എന്നാണ്. സോ ഹെലിക്സ് എന്ന് വെച്ചാൽ DNA ഹെലിക്സിൽ പോയി ഒട്ടിച്ചേരുന്ന കാര്യമാണെന്ന് പറയാം. ആൻഡ് യൂകാരിയോട്സിൽ ഹെലിക്സ് ടേൺ മോട്ടീവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോമിയോ ഡൊമൈനുള്ള അല്ലെങ്കിൽ സ്വന്തം ഓർഗൻ ഐഡന്റിറ്റി ജീൻ എന്നൊക്കെ പറയുന്ന ഒരു മോട്ടീവ് ഉള്ള സംഭവമാണ് യൂകാരിയോട്സിൽ ഫേമസ്. പക്ഷേ യൂകാരിയോട്സിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ പറയുന്ന മോട്ടീവ് എന്ന് പറഞ്ഞാൽ സിങ്ക് ഫിംഗർ ഡൊമൈൻ എന്നാണ്. സിങ്ക് ഫിംഗർ എന്ന് വെച്ചാൽ സിങ്ക് ആണെങ്കിൽ അതിന് 2 ഹിസ്റ്റിഡിനിൽ ഒട്ടിച്ചേരാം, അല്ലെങ്കിൽ 2 സൈറ്റോസൈനിലും ഒട്ടിച്ചേരാം. അങ്ങനെ DNA-യിലായിട്ട് ഒന്ന് ഒട്ടിച്ചേരാനായിട്ട് പറ്റും എന്നുള്ളത്. അപ്പോൾ DNA സപ്പോസ് DNA ആണെങ്കിൽ ഇതിന് ഇങ്ങനെ വന്ന് DNA-യിൽ ഒട്ടിച്ചേരാം. ബാക്കി ഇവിടം വെച്ചിട്ട് ബാക്കി പരിപാടികൾ, ആക്ഷൻസ് ഒക്കെ നടത്താം. സോ അങ്ങനെയുള്ള ഒരു പ്രോട്ടീൻ ട്രാൻസ് ഫാക്ടർ 3A ആണ്. 3A സിങ്ക് ഫിംഗർ ഡൊമൈൻ ഉള്ളതാണ്. ദെൻ സ്റ്റിറോയിഡ് റിസപ്റ്റർ. സോ സ്റ്റിറോയിഡ് ഹോർമോൺ റിസപ്റ്റേഴ്സിനൊക്കെ സിങ്ക് ഫിംഗേഴ്സ് ഉണ്ട്. ദെൻ വേറൊരെണ്ണം നമ്മൾ കേൾക്കുന്നത് ലൂസിൻ സിപ്പർ ബൈൻഡിങ് ഓൺ DNA-യിൽ ഇങ്ങനെ ബൈൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പടം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാം. സോ അപ്പോൾ DNA-യിൽ ബൈൻഡ് ചെയ്യുന്ന ഒരു ഭാഗം കാണാം, മറ്റ് ഭാഗം വെച്ചിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള ഭാഗം കാണാം. ഇപ്പോൾ എക്സാമ്പിൾ ഈസ് BZIP ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. ഇത് ലൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് വഴിയാണ് DNA-യിൽ ബൈൻഡ് ചെയ്യുക. ദെൻ പിന്നെ ഉള്ളത് ഹെലിക്സിന് പകരം ഹെലിക്സ് ലൂപ്പ് ഹെലിക്സ് ഉണ്ട്. ഹെലിക്സ് ലൂപ്പ് ഹെലിക്സ് എന്ന് പറയുന്നതുണ്ട്. ദെൻ AT ഹുക്സ് എന്ന് പറയുന്നതുണ്ട്. AT ഹുക്സ് എന്ന് വെച്ചാൽ അഡിനോസിനും തൈമിനും കൂടുതൽ ഉള്ള ഭാഗത്ത് പോയി പ്രത്യേകമായിട്ട് ബൈൻഡ് ചെയ്യും. എന്തായാലും ഇത്തരം ഡൊമൈൻസിന് നമ്മൾ പറയുന്നത് വെച്ചാൽ ഇവിടെയൊക്കെ 2 ഡൊമൈൻ ഉണ്ടെന്ന് DNA-യിൽ ഒട്ടിച്ചേരാൻ പറ്റും. ദെൻ മറ്റ് ഡൊമൈൻ, അതിന്റെ എതിർവശത്തുള്ളത് എക്സിക്യൂട്ടീവ് ഡൊമൈൻ ആയിട്ട് അവിടെ പല ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനൊക്കെ പോയി ഒന്ന് ഒട്ടിച്ചേരാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഫേമസ് ആയിട്ട് കേട്ടിട്ടുള്ളത് ഉദാഹരണത്തിന് ജൂൺ എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ കേട്ടിട്ടുണ്ടാകും. ദെൻ ഫോസ് എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ കേട്ടിട്ടുണ്ടാകും. മിക്, ഇതൊക്കെ നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഒക്കെ ഇങ്ങനെയുള്ള ഡൊമൈനുകളിൽ അല്ലെങ്കിൽ വന്ന് ഒട്ടിച്ചേർന്നിട്ടാണ് കൂടുതൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറായിട്ട് കൂടുതൽ ട്രാൻസ്ക്രിപ്ഷൻ റേറ്റ് ഒക്കെ വർദ്ധിപ്പിക്കുക. ഇനി അടുത്ത ലെവൽ ഓഫ് റെഗുലേഷൻ നമുക്ക് പറയാനുള്ളത് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് വഴിയാണ് റെഗുലേഷൻ. സോ ഇതിൽ സ്പ്ലൈസിങ് വരുന്നുണ്ട്. ദെൻ സെലക്റ്റീവ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സ്പ്ലൈസിങ് ആയിരിക്കാം. ദെൻ പോളി അഡിനൈലേഷൻസ് ഉണ്ട്. പോളി എ ടെയിലൊക്കെ പഠിപ്പിക്കുന്ന പരിപാടി. ദെൻ mRNA എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം, mRNA സ്റ്റെബിലിറ്റി. സോ ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹെഡിങ് മാത്രമേ പറയുന്നുള്ളൂ. ഇനിയാണ് നമുക്ക് പറയാനുള്ളത് ട്രാൻസ്ലേഷനിലാണ്. ട്രാൻസ്ലേഷണൽ ലെവൽ ഞാൻ പറഞ്ഞത് ഈ യൂകാരിയോട്ടിക് ഇനീഷ്യേഷൻ ഫാക്ടർ 2ന്റെ അതിനെ ഫോസ്ഫോറിലേഷൻ ഫോസ്ഫേറ്റ് പിടിപ്പിക്കലും റിമൂവ് ചെയ്യലും വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ദെൻ ഇനീഷ്യേഷൻ ഫാക്ടർ 4E എന്ന് പറയുന്ന സംഭവത്തിൽ വന്ന് ഒട്ടിച്ചേരുന്ന ഒരാളുണ്ട്, 4EBP. അതിനെ ഫോസ്ഫോറിലേറ്റൽ ഡീഫോസ്ഫോറിലേഷൻ വഴി ട്രാൻസ്ലേഷൻ. ഇത് ഞാൻ ട്രാൻസ്ലേഷൻ ഓഫ് യൂകാരിയോട്സിൽ പറഞ്ഞിട്ടുണ്ട്, റെഗുലേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനലി പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് ആണ്. അങ്ങനെ നമുക്ക് പ്രോട്ടീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്ന അത് സെപ്പറേറ്റ് വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇത് ശരിക്കും പറയാനായിട്ട് ഒരു 2 മണിക്കൂറിലേറെ വേണ്ടി വരും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ യൂകാരിയോട്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.